എന്താണ് ഡിവിസിബിലിറ്റി എന്ന് ഞാൻ എക്സാമ്പിൾസ് എഴുതി തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. 224 ഡിവൈഡഡ് ബൈ 8. 2 8s are 16. 2 - 6 പോസിബിൾ അല്ല, ഇവിടെ നിന്ന് നമുക്ക് ബോറോ ചെയ്യാം. അപ്പോൾ ഈ നമ്പർ 1 ആയിട്ട് മാറും, ഇത് 12 ആവും. അപ്പോൾ 12 - 6 is 6, 1 - 1 is 0. ഈ 4 താഴോട്ട് വരുന്നു. 64ൽ 8 ടൈംസ്, 8 × 8 64 ആണ്. 4 - 4 0, 6 - 6 0. ഇനി നമുക്ക് വേറൊരു നമ്പറും കൂടെ നോക്കാം. 359 ഡിവൈഡഡ് ബൈ 8. 3ൽ 8 ഇല്ല, 35ൽ 8 4 ടൈംസ്, 4 × 8 32. 5 - 2 is 3, 3 - 3 is 0. ഈ 9 താഴോട്ട് വരുന്നു. 39ൽ 8 4 ടൈംസ്, 4 8s are 32. 9 - 2 is 7, 3 - 3 is 0. ഇനി നമുക്ക് ഈ രണ്ട് നമ്പറുകളൊന്ന് കമ്പയർ ചെയ്യാം. ഇവിടെ 224നെ 8 ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് റിമൈൻഡർ 0 ആണ് അല്ലേ. അങ്ങനെ വരുമ്പോൾ നമുക്ക് പറയാം 224 is divisible by 8. റിമൈൻഡർ 0 ആണ് അല്ലേ. ഇവിടെയാണെങ്കിൽ നമുക്ക് റിമൈൻഡർ 7 എന്നാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പറയാം 359 is not divisible by 8. എന്താണ് ഡിവിസിബിലിറ്റി എന്ന് മനസ്സിലായല്ലോ. ഒരു നമ്പറിനെ മറ്റൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ഒന്നും ഇല്ലെങ്കിൽ നമുക്കതിനെ ഡിവിസിബിൾ ആണെന്ന് പറയാം, റിമൈൻഡർ ഉണ്ടെങ്കിൽ ഡിവിസിബിൾ അല്ല എന്ന് പറയാം. മനസ്സിലായില്ലേ? അപ്പോൾ ഇനി നമുക്ക് എന്താണ് ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 8 എന്ന് നോക്കാം. നമ്മൾ 4ന്റെ ഡിവിസിബിലിറ്റി ചെയ്ത അതേ റൂൾ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. 4ന്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യുന്നതൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ. നമുക്ക് 608 നോക്കാം. ഇവിടെ നമ്മൾ 4ന്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാനാവുമ്പോൾ പറഞ്ഞത് ആദ്യം ഈവൻ നമ്പർ ആണോ എന്ന് നോക്കണം, എന്നിട്ട് ലാസ്റ്റിൽ 2 ഡിജിറ്റ്സ് എടുത്തിട്ട് അതിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യണം എന്ന് പറഞ്ഞു. ഇവിടെ ഇപ്പോൾ ലാസ്റ്റ് ഈവൻ നമ്പർ ആണുള്ളത്. ലാസ്റ്റിലെ 2 ഡിജിറ്റ് എന്ന് പറയുമ്പോൾ 0 and 8 ആണുള്ളത്. അപ്പോൾ 8 മാത്രം എഴുതിയാൽ മതി. 8/2 എന്ന് എഴുതിയാൽ 4 കിട്ടുന്നു. ഒരു ഈവൻ നമ്പർ തന്നെയാണ് നമ്മുടെ ആൻസർ കിട്ടിയത്. അപ്പോൾ ഡിവിസിബിൾ ബൈ 4 ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ഈ സ്റ്റെപ്പ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണം. പക്ഷേ ഡിവിസിബിലിറ്റി ഓഫ് 8 നോക്കുമ്പോൾ ലാസ്റ്റിലെ 2 ഡിജിറ്റ് എടുത്താൽ പോരാ, ഈ 3 ഡിജിറ്റ്സ് ടുഗദർ എടുക്കണം നമ്മൾ. ഇത് ഈവൻ നമ്പർ ആണെങ്കിൽ മാത്രമാണ് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകേണ്ടതുള്ളൂ. ഇപ്പോൾ നമുക്ക് 608 ആണല്ലോ. അപ്പോൾ നമ്മൾ 608 മുഴുവനായിട്ടും എഴുതി ഡിവൈഡഡ് ബൈ 2 ചെയ്ത് നോക്കാം. അപ്പോൾ 6ൽ 2 3 ടൈംസ്, 0 കട്ട് ചെയ്യാതെ ഇവിടെ എഴുതി കൊടുക്കാം. 8ൽ 2 4 ടൈംസ്, 2ൽ 2 1 ടൈം. ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് 304 ആണല്ലോ. അതിന് വീണ്ടും ഒന്നുകൂടെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 3ൽ 2 1 ടൈം, 1 ബാലൻസ്, 10ൽ 2 5 ടൈം, 4ൽ 2 2 ടൈംസ്, 2ൽ 2 1 ടൈം. നമുക്ക് 152 എന്ന് കിട്ടി. കിട്ടുന്ന ആൻസർ ഈവൻ നമ്പർ ആണോ എന്ന് നോക്കണം. ഈവൻ നമ്പർ ആണെങ്കിൽ നമുക്ക് പറയാം 608 ഈസ് ഡിവിസിബിൾ ബൈ 8 എന്ന്. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാര്യം മനസ്സിലായോ? 608 എഴുതി നമ്മളതിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഈവൻ നമ്പർ കിട്ടിയത് കൊണ്ട് മാത്രമാണ് നമ്മൾ അടുത്ത ടെസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ ഓഡ് നമ്പറാണ് കിട്ടിയതെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് പറയാം ഇത് ഡിവിസിബിൾ ബൈ 8 അല്ല എന്ന്. ഇപ്പോൾ നമുക്ക് ഇവിടെ ഈവൻ നമ്പർ കിട്ടി. അപ്പോൾ ഒരു സ്റ്റെപ്പ് കൂടെ നമ്മൾ ചെയ്യണം. 304/2 152 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 608 ഈസ് ഡിവിസിബിൾ ബൈ 8 എന്ന്. കൂട്ടുകാരെ, ഞാൻ 2 തവണ 3 തവണയൊക്കെ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ 2ന്റെ 3ന്റെ ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. 5ന്റെ 10ന്റെ ഒക്കെ ആണെങ്കിൽ ഈസിയാണ് അല്ലേ. ഇവിടെ ഇത്തിരി എന്തൊക്കെയോ സ്റ്റെപ്സ് ചെയ്യാനുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തന്നെ ഒന്നുകൂടെ പറഞ്ഞത് കേട്ടോ. നമുക്ക് കൂടുതൽ എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം. ഇത്രയധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നൊന്നുമില്ല കേട്ടോ. 744 ഇതൊരു ഈവൻ നമ്പറാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 744നെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 7ൽ 2 3 ടൈംസ്, 1 ബാലൻസ്, 14ൽ 2 7 ടൈംസ്, 4ൽ 2 2 ടൈംസ്, 2ൽ 2 1 ടൈം. നമുക്ക് ഈവൻ നമ്പറാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഒരു തവണയും കൂടി 2 ആയിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം. ഇവിടെ ഓഡ് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. പക്ഷെ ഇവിടെ നമുക്ക് ഈവൻ നമ്പറാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒന്നുകൂടെ നോക്കണം നമ്മൾ. 3ൽ 2 1 ടൈം, 17ൽ 2 8 ടൈംസ്, 1 ബാലൻസ് ഉണ്ട്, 12ൽ 2 6 ടൈംസ്, 2ൽ 2 1 ടൈം.
നമുക്ക് കിട്ടിയത് എത്രയാ? 186. 186 ഈവൻ നമ്പർ ആണല്ലോ. അപ്പോൾ നമുക്ക് പറയാം 744 ഈസ് ഡിവിസിബിൾ ബൈ 8 എന്ന് കേട്ടോ. ഇനി അടുത്ത നമ്പർ 409. ഇതിനു വേണ്ടി നമ്മൾ കാൽക്കുലേഷൻ ഒന്നും പോകേണ്ട കാര്യമില്ല. ഇതിന്റെ വൺസിന്റെ പ്ലേസിൽ ആരാണുള്ളത്? ഓഡ് നമ്പർ ആണല്ലേ. ഓഡ് നമ്പർ വൺസിന്റെ പ്ലേസിൽ വന്നാൽ നോട്ട് ഡിവിസിബിൾ ബൈ 8 കേട്ടോ. ഇനി അടുത്തത് 3280. വൺസിന്റെ പ്ലേസിൽ 0 ആണുള്ളത്. 0 ഈവൻ നമ്പർ ആണ്. ഇതിന്റെ ലാസ്റ്റിലെ 3 ഡിജിറ്റ്സ് കൺസിഡർ ചെയ്യാം. 280. എത്ര ഡിജിറ്റ്സ് ഉള്ള നമ്പർ ആയാലും ലാസ്റ്റിലെ 3 ഡിജിറ്റ്സ് മാത്രം നോക്കിയാൽ മതി കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ 280 എഴുതി നമ്മൾ ഡിവൈഡഡ് ബൈ 2 ചെയ്യുന്നു. 2ൽ 2 1 ടൈം, 8ൽ 2 4 ടൈംസ്, 0 എഴുതാം. 2ൽ 2 1 ടൈം. നമുക്ക് കിട്ടിയ നമ്പർ ഒരു ഈവൻ നമ്പറാണ്. അപ്പോൾ അതിനെ വീണ്ടും നമുക്ക് 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 14ൽ 2 7 ടൈംസ്, ഈ 0 എഴുതി കൊടുക്കാം. 2ൽ 2 1 ടൈം. അപ്പോൾ കൂട്ടുകാരെ കിട്ടിയ ആൻസർ 70 ആണ്. 70 ഈവൻ നമ്പറാണ്. അതുകൊണ്ട് തന്നെ 3280 ഈസ് ഡിവിസിബിൾ ബൈ 8 എന്ന് നമുക്ക് പറയാം. 5390. ഇവിടെ ലാസ്റ്റ് വന്നിട്ടുള്ള ഡിജിറ്റ് 0 ആണ്. 0 ഈവൻ നമ്പർ ആണ്. അപ്പോൾ നമുക്ക് ഈ 3 ഡിജിറ്റ്സ് കൺസിഡർ ചെയ്യാം. 390. 390യെ നമുക്ക് 2 ആയിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 3ൽ 2 1 ടൈം, 1 ബാലൻസ്. 90ൽ 2 9 ടൈംസ്, 1 ബാലൻസ്. 10ൽ 2 5 ടൈംസ്. 195 ആണല്ലോ കിട്ടിയിട്ടുള്ളത്. അതൊരു ഓഡ് നമ്പർ അല്ലേ. അപ്പോൾ തന്നെ നമുക്ക് പറയാം 5390 ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 8. കൂട്ടുകാരെ എല്ലാവർക്കും മനസ്സിലായല്ലോ. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എൻ്റെ എക്സ്പ്ലനേഷൻ കുറേ കൂടിയിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലാക്കി തരിക എന്നുള്ളതാണ് എൻ്റെ ഒരു സന്തോഷം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായല്ലോ. ഇനിയും ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കണേ കൂട്ടുകാരെ. അപ്പോൾ ഇനി നമുക്ക് എന്താണ് ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 9 എന്ന് നോക്കാം. ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ആ നമ്പർ ഡിവിസിബിൾ ബൈ 9 ആണോ അല്ലേ എന്ന് നോക്കാനായിട്ട് നമുക്ക് ചില ട്രിക്സ് എല്ലാം ഉണ്ട്. അതാണ് ഡിവിസിബിലിറ്റി റൂൾസ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 396. നമുക്കറിയാലോ ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 3 എന്തായിരുന്നു എന്ന്. അതുപോലെ തന്നെയാണ് 9യും ചെയ്യേണ്ടത്. നമുക്ക് ഇതിൻ്റെ ഡിജിറ്റ്സ് എല്ലാം ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. 3 + 9 + 6 എത്രയായിരിക്കും? 3 + 9 12. 12 + 6 is 18. ഇനി നമുക്ക് 1 + 8 നോക്കാം. 9 എന്നാണ് ആൻസർ കിട്ടിയത്. ഇങ്ങനെ ഡിജിറ്റ്സ് എല്ലാം ആഡ് ചെയ്ത് ലാസ്റ്റ് നമുക്ക് 9 എന്ന് ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഡിവിസിബിൾ ബൈ 9 ആണെന്ന് പറയാം. ഡിവിസിബിൾ ബൈ 3 ആണെന്ന് പറയാൻ നമുക്ക് 3യുടെ മൾട്ടിപ്പിൾ ആണോ എന്നാണ് നോക്കിയിരുന്നത്. ഇവിടെ നമുക്ക് എല്ലാ നമ്പറുകളും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സം 9 ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഡിവിസിബിൾ ബൈ 9 എന്ന് പറയാം. കൂടുതൽ എക്സാമ്പിൾസ് നോക്കാം കേട്ടോ. നല്ല ഈസിയാണ് അല്ലേ കൂട്ടുകാരെ. 2055. 2 + 0 2 ആണ്. +5 7 +5 12. 1 + 2 = 3 ആണ് കിട്ടുന്നത്. 9 കിട്ടിയാലാണ് നമുക്ക് ഡിവിസിബിൾ ബൈ 9 ആണെന്ന് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 3 ആണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് 2055 ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 9 എന്ന് പറയാം. ഇനി അടുത്തത് 1575. 1 + 5 + 7 + 5 = 1 + 5 6. 6 + 7 13. 13 + 5 18. 1 + 8 9. ഫൈനലി 9 എന്ന് കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് 1575 ഈസ് ഡിവിസിബിൾ ബൈ 9 എന്ന് പറയാം. ഇനിയും കൂടുതൽ എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം നമുക്ക്. 5436. 5 + 4 9. 9 + 3 12. 12 + 6 18 ആണ്. അപ്പോൾ 1 + 8 = 9 ആണ്. 9 എന്ന് കിട്ടിയാൽ 5436 ഈസ് ഡിവിസിബിൾ ബൈ 9 എന്ന് പറയാം. ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. 8534. 8 + 5 is 13. 13 + 3 is 16. 16 + 4 is 20. 2 + 0 = 2 ആണ്. 9 അല്ല. അതുകൊണ്ട് നമുക്ക് 8534 ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 9 എന്ന് പറയാം. ഒരു നമ്പർ കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. 11358.
1 plus 1 2, 2 plus 3 5, 5 plus 5 10, 10 plus 8 18, 1 plus 8 9 ആണല്ലോ. അപ്പോൾ 11,358 ഈസ് ഡിവിസിബിൾ ബൈ 9 എന്ന് പറയാം. കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണ് 9ന്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യുന്നതെന്ന്. ഇനി ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 10 എന്താണെന്ന് നോക്കാം. 1560. ഇതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് നോക്കുക, അവിടെ 0 ആണോ എങ്കിൽ ഈ മുഴുവൻ നമ്പറും ഡിവിസിബിൾ ബൈ 10 ആണ്. അപ്പൊ ഞാൻ വേറൊരു നമ്പർ ഇവിടെ എഴുതാം, 3895. ഇവിടെ വൺസിന്റെ പ്ലേസിൽ 0 ആണോ? അല്ലല്ലോ. അപ്പോൾ ഇത് ഡിവിസിബിൾ ബൈ 10 അല്ല. ഇനി അടുത്തൊരു നമ്പർ 8020. ഇതിന്റെ വൺസിന്റെ പ്ലേസിൽ 0 ആണ്. അപ്പോൾ നമുക്ക് ഇത് ഡിവിസിബിൾ ബൈ 10 ആണെന്ന് പറയാം. ഇനി 69,800. ഇവിടെ വൺസിന്റെ പ്ലേസിൽ 0 ആണല്ലോ. അപ്പോൾ ഡിവിസിബിൾ ബൈ 10 ആണെന്ന് പറയാം കേട്ടോ. 26,809. വൺസിന്റെ പ്ലേസിൽ എന്താ? 9 ആണല്ലേ, 0 അല്ല. നോട്ട് ഡിവിസിബിൾ ബൈ 10. 19,250. വൺസിന്റെ പ്ലേസിൽ 0 ആണ്, ഡിവിസിബിൾ ബൈ 10 ആണെന്ന് പറയാം അല്ലേ. ഇതൊരു ഈസി ഡിവിസിബിലിറ്റി റൂൾ ആയിരുന്നു അല്ലേ കൂട്ടുകാരെ. ഇതിനു മുന്നേ ഞാൻ 2 മുതൽ 9 വരെയുള്ള എല്ലാ നമ്പറുകളുടെയും ഡിവിസിബിലിറ്റി റൂൾസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അത് കാണണേ. പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവരുടെ അടുത്തും നമ്മുടെ വീഡിയോയെ കുറിച്ച് പറയണേ. എന്നാൽ ശരി കൂട്ടുകാരെ, താങ്ക് യു, ബൈ ബൈ.